അപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് വലിയൊരു നിർണായക നിമിഷമാണ് നടക്കാൻ പോകുന്നത്. അജയുടെയും അപർണയുടെയും ആ ഒരു വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിശ്ചയവും വിവാഹവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളിലാണ് പടനിലത്തുകാരും നമ്മുടെ അളകാപുരിയും കൂടി. പക്ഷേ ആ ഒരു സമയത്തും അജയുടെ മനസ്സിൽ നിരഞ്ജനയാണ്. ആ ഒരു സത്യം ജാനകിയോട് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിരഞ്ജനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അജയ് ജാനകിയോട് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ജാനകി പറഞ്ഞത്, നീ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇറങ്ങി വരുമെന്നുണ്ടെങ്കിൽ നീ ഒരു പേടിയും കൂടാതെ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോവാ. അവളെ അച്ഛൻ്റെ എത്ര വലിയ ആളാണെങ്കിലും നീ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിനക്ക് അവളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ വിളിച്ചു കൊണ്ടുപോവാ. നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷത്തോടെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താം. അതുപോലെ തന്നെ നിന്റെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഭാര്യയും വഴിയിൽ വിടാനായിട്ട് നിന്റെ ചേട്ടൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ സംരക്ഷിക്കും, ഒരു പേടിയും കൂടാതെ നീ അവളെ വിളിച്ചു കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശി കയറി വരുന്നത്. അപ്പൊ മുത്തശ്ശി ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്നും നീ അവളെ ഓർത്തുകൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുത്തശ്ശി കേട്ടു. പക്ഷെ എന്താണ് ക്ലിയർ ആയിട്ട് കേട്ടില്ല. അപ്പം മുത്തശ്ശിക്ക് ഏകദേശം മനസ്സിലായി അജയ്ക്ക് അപർണയുമായിട്ടുള്ള വിവാഹത്തിൽ ഇഷ്ടമില്ല എന്നും അജയ്ക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്നുള്ള ഒരു കാര്യം മുത്തശ്ശിക്ക് മനസ്സിലായി. അതിന്റെ പേരിൽ മുത്തശ്ശി നമ്മുടെ ജാനകിയോടും അജയോടും വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അജയുടെ അമ്മ കയറി വരികയും കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് അവിടെ മുത്തശ്ശി പറയുകയാണ്, അവിടെ അജയ്ക്ക് അപർണയെ ഇഷ്ടമല്ല, അവരുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ല. ജാനകിയായിട്ട് ഈ വിവാഹം ജാനകിയോട് അവ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യം? അപ്പോൾ ജാനകി പറഞ്ഞത്, അത് വേറെ ഒന്നുമല്ല അമ്മേ, അവന് അരവണ പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്. അത് മാത്രമല്ല ഞാൻ അവന് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അപർണയുടെ ഫോട്ടോ. അപ്പോൾ അപർണയുടെ ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം കൊള്ളാമെന്നാണ് അജയ് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് അവിടെ നമ്മുടെ ജാനകി പറയുന്നുണ്ട്. അജയും അതിനൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല, അജയുടെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശി ശ്രമിക്കുകയാണ്. അങ്ങനെ പഠനത്തിലുകാരുമായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ട, ആ ഒരു ജയിലിൽ പോയി അവരുമായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ട എന്നൊക്കെ മുത്തശ്ശി വിളിച്ചു കൂവി പറയുന്നുണ്ടെങ്കിലും അവിടുന്ന് അജയുടെ അമ്മ അവരെ വിളിച്ചു കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഈ ഒരു സത്യം ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാകും. അതുകൊണ്ട് മാക്സിമം മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ ഈ ഒരു ദേഷ്യവും കാര്യങ്ങളും എല്ലാം അവിടെ നമ്മുടെ അജയുടെ അമ്മയോട് മുത്തശ്ശി വിളിച്ചു പറയുന്നുണ്ട്. അതുമാത്രമല്ല, എന്തുകൊണ്ട് ജാനകി ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ജാനകി ഇപ്പം മറച്ചു വെച്ചാലും അജയ് എന്തുകൊണ്ട് എന്നോട് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ല, അതിനർത്ഥം അജയ്ക്ക് അപർണ ഇഷ്ടമാണെന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞത് അതൊന്നുമല്ല. ഈ അപർണയും അജയുമായിട്ടുള്ള വിവാഹത്തിന് ചുക്കാൻ പിടിച്ചത് ജാനകിയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഒരു വിവാഹത്തിന് അജയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രശ്നങ്ങളും ജാനകിയുടെ തലയിലേ വന്നെത്തത്തുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അജയ് ജാനകിക്കൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും ആരും വിശ്വസിക്കാനായിട്ടൊന്നും തയ്യാറായില്ല. ഇതിന്റെ ഇടയിൽ ജോലിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അപർണയെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ തമ്പിയുടെ ഭാര്യയും കൂടി അളകാപുരിയിലോട്ട് വരുന്ന സമയത്ത് അപർണയും കൂടി വരുന്നുണ്ട്. ആ ഒരു ജാതകം കൊടുക്കാനും പിന്നെ വിവാഹം ഉറപ്പിക്കാനും നിശ്ചയ സമയങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. ആദ്യം അവർ വേണ്ട, തമ്പിയുടെ ഭാര്യ വേണ്ട, നീ ഇപ്പോൾ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപർണ അതൊന്നും കേട്ടില്ല. അപർണ വരാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുവാണ്. പക്ഷെ അപർണയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ആ ഒരു കുടുംബത്തെ തകർക്കുക, എങ്ങനെ തകർക്കാം, അല്ലെങ്കിൽ ഓരോ നിമിഷവും ഓരോ സമയവും അപർണ ചിന്തിക്കുന്നതെല്ലാം അജയെ സ്വന്തമാക്കിയതിനു ശേഷം ആ ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളൊരു ലക്ഷ്യമാണ് അപർണയ്ക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലിങ്ങനെ കണക്കുകൂട്ടി പ്രതികാരത്തോടെ അവർ മൂന്നുപേരും കൂടി അളകാപുരിയിലേക്ക് എത്തുന്നുണ്ട്. അളകാപുരിയിൽ വന്ന ഉടനെ തന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ച് അകത്തോട്ട് ഇരുത്തുന്നുണ്ട്. അകത്തോട്ട് ഇരുത്തിയതിനു ശേഷം ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ ജാനകിയും വന്നു. ജാനകി ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, സ്വീറ്റ്സ് പലഹാരങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ജാനകിയാണ് ഈ വീടിന്റെ മരുമകളെന്നും ജാനകിയുടെ മകളാണ് പൊന്നൂസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ വീട്ടിലെ എല്ലാവരെയും ഒരുപാട് സ്നേഹമാണെന്നും എല്ലാവരെയും ഓരോ മുത്തില് കോർത്തിണക്കി ഇത് പൊട്ടിപ്പോകാതെ അവരെല്ലാവരെയും ചേർത്ത് ഒരു കുടുംബത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജാനകിയാണ് എന്ന് പറഞ്ഞപ്പോൾ അപർണയ്ക്ക് ഏകദേശം പിടികിട്ടി. ആദ്യം ഞാൻ ഈ വീട്ടിനെ തകർക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസത്തെ, ജാനകി ഈ വീടിന്റെ ഒരു വിളക്കാണെന്നും ജാനകി ഇല്ല എന്നുണ്ടെങ്കിൽ വീട് തകർന്നു പോകും എന്നൊരു വിശ്വാസം തകർക്കണം. എന്നിട്ട് ജാനകിയെ കൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തെ ഇല്ലാതാക്കണം എന്നൊരു ലക്ഷ്യമാണ് അപർണയ്ക്ക്. അങ്ങനെ നമ്മുടെ പോറ്റി വന്നു.
പോറ്റി വന്നതിന് ശേഷം ആ ഒരു ജാതകം നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ജാതകങ്ങൾ കൊടുത്തു. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോറ്റി പറഞ്ഞത്, നിങ്ങൾ വേറെ ആരെയും ഇത് കാണിച്ചില്ലേ, അപ്പൊ എന്താ സംഭവം എന്ന് തമ്പി ചോദിക്കുമ്പോൾ ഈ അപർണയുടെ ജാതക പ്രകാരം 7 ദിവസത്തിനകത്ത് വെച്ച് അപർണയുടെയും അജയുടെയും വിവാഹം നടക്കണം. അങ്ങനെ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 38ാമത്തെ വയസ്സിലെ അപർണയുടെ വിവാഹം നടക്കത്തുള്ളൂ എന്നും ആ ഒരു വിവാഹം ശാശ്വതമല്ല എന്നുള്ള സത്യവും കൂടി അവിടെ ആ ഒരു തന്ത്രി എല്ലാവരോടും പറയുവാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഷോക്കായി. പക്ഷെ സന്തോഷത്തോടെ നിൽക്കുന്നത് അജയാണ്. 7 ദിവസത്തിനകത്ത് വെച്ച് എന്തായാലും വിവാഹം നടത്താൻ പറ്റത്തില്ല, അതിനകത്ത് വെച്ച് തന്നെ എനിക്ക് നിരഞ്ജനെ സ്വന്തമാക്കാനായിട്ടും സാധിക്കും എന്നൊരു സന്തോഷത്തിലാണ് അജയ് നിൽക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി 7 ദിവസത്തിനകത്ത് വെച്ച് വിവാഹം നടത്താനായിട്ട് എല്ലാവരും താല്പര്യപ്പെടുമോ, അതോ ഇനി ഇതിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമോ, അജയ്ക്ക് അപർണയെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരേക്കും ടാറ്റാ ബൈ.